ലിറ്റിൽ കൈറ്റ്സിൻ്റെ സെലക്ഷൻ ടെസ്റ്റിന് പഠിക്കേണ്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് റൈറ്റർ ആണ് ആൻസർ. ലിബർ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് മുന്നിലാണ് കഴ്സറെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്ക് സ്പേസ് കീ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരം കഴ്സറിന് ശേഷമാണെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡിലേറ്റ് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് റൈറ്റർ എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ആര്? ഉത്തരം ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. അഞ്ചാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് റൈറ്റർ ലിബറെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലിബറെ എന്ന വാക്കിന്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഡോക്യുമെന്റ് ഫൗണ്ടേഷന്റെ ലോഗോ ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഡോക്യുമെന്റ് ഫൗണ്ടേഷന്റെ ലോഗോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ആശയ ചിത്രീകരണം ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്? ഇതിന്റെ ആൻസർ ലിബർ ഓഫീസ് ഡ്രോ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ലിബർ ഓഫീസ് ഡ്രോയുടെ ജാലകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സ്ലൈഡ് പ്രസന്റേഷനിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ ലിബർ ഓഫീസ് കാൽക്ക്, ഓപ്ഷൻ ബി ലിബർ ഓഫീസ് ഡ്രോ, ഓപ്ഷൻ സി ലിബർ ഓഫീസ് ഇംപ്രസ്, ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് റൈറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്. അടുത്ത ചോദ്യം, ലിബർ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീനായി പ്രദർശിപ്പിക്കുന്നതിനുള്ള ശരിയായ സ്റ്റെപ്പ് താഴെ നൽകിയതിൽ ഏതാണ്? ഇതിൽ ശരിയായ സ്റ്റെപ്പ് ഓപ്ഷൻ സി സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ F5 ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തതിൽ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ജ്യാമിതീയ രൂപങ്ങളുടെ നിർമ്മിതിക്കും പഠനത്തിനും സഹായിക്കുന്ന ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻ ബി ജിയോജിബ്രയാണ് ആൻസർ. 16ാമത്തെ ചോദ്യം, ആകാശത്തിലെ വിസ്മയ കാഴ്ചകളായ സൂര്യഗ്രഹണവും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമൊക്കെ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്റ്റെലേറിയം ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്റർനെറ്റിലുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ISRO വികസിപ്പിച്ച ഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഭുവൻ ആണ്. അടുത്ത ചോദ്യം, ഭിന്നസംഖ്യാ പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, പരപ്പളവും ചുറ്റളവും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഏരിയ ബിൽഡർ ആണ്. 21ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കെ ജിയോഗ്രഫി ആണ്. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ കളർ പെയിന്റ് ആണ്.
6ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒഡാസിറ്റിയാണ്. ഇതിനോടൊപ്പം കഴിഞ്ഞ വർഷം ലിറ്റിൽ കൈറ്റ്സിന് ഇട്ട വീഡിയോസിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.